ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റിൽ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത് കോർ കൽബ, അതായത് ഷാർജ എമിറേറ്റ്സിൽ കോർ കൽബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 15 dirhams ആണ്. 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അവർക്ക് ചാർജസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ പോയി അവിടെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ നമുക്കിങ്ങനെ ബഗ്ഗി സ്റ്റേഷൻ പോലൊരു ഏരിയ ഉണ്ട്. അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി വന്ന് നമ്മളെ ബഗ്ഗിയിൽ കൊണ്ടുപോയി ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അതായത് അതിങ്ങനെ അവിടെ ആൾക്കാരെ വരുന്നതനുസരിച്ച് ബഗ്ഗി സർവീസും 1-2 ബഗ്ഗി സർവീസ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ആ പോകുന്ന സൈഡിലെല്ലാം 2 സൈഡ് ഇതുപോലെ നല്ല വെള്ളവും ആ സ്കൈ ഒക്കെ കാണാൻ എന്ത് നല്ലതായിട്ടിരിക്കുക. നല്ല ബ്ലൂ സ്കൈയും നല്ല ബ്ലൂ വാട്ടറും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്താറായി. ഉണ്ടോ, ഇതുപോലുള്ള ബഗ്ഗി സർവീസ് നമ്മൾ പോകുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബഗ്ഗിയിൽ കയറി അവിടെ പോകാനായിട്ട് ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ അവർ ഡ്രോപ്പ് ചെയ്യും. ഇതാണ് അപ്പം അവരുടെ സ്റ്റാർട്ടിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ മുതലാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റാർട്ടിങ് ഏരിയയിലുള്ളതെന്ന് വെച്ചാൽ മെയിൻലി അക്വേറിയംസ് ആണ്. ഫിഷസും അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഫിഷസിൻ്റെയൊക്കെ അക്വേറിയമും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിരിക്കുന്ന ഏരിയ ആണ്. ഫസ്റ്റ് നമ്മൾ എൻട്രൻസസ് കയറി ചെല്ലുമ്പോഴേ ഉള്ളത് അതൊക്കെയാണ്. അപ്പോൾ നമുക്കതൊക്കെ കണ്ടിട്ട് വന്നാലോ.
അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ അക്വേറിയമൊക്കെ കണ്ട് പുറത്തോട്ടിറങ്ങി. അവിടെ ഇങ്ങനെ ഒരു വാക്കിംഗ് ഏരിയ ആണുള്ളത്. ഇതുവഴി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ചിൽഡ്രൻസിൻ്റെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. അങ്ങനെ ആ പ്ലേ ഏരിയയിലോട്ട് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വലിയ ഒരു ഏരിയയിൽ ഒരു വലിയ ടട്ടിൽ അവിടെ കിടപ്പുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര കൗതുകത്തോടെ അവർ നോക്കി നിന്നു. ആ ടട്ടിൽ കിടക്കുന്ന ഒരു വലിയ ടട്ടിലാണ്. അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ആ വെള്ളത്തിനകത്ത്. അതിനവിടെ കുറേ ക്യാബേജിൻ്റെ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കഴിക്കാൻ വേണ്ടി. അപ്പം പിന്നെ ഒരു ചെറിയ ടട്ടിലും ഉണ്ട്, ചെറിയ കുറേ ഫിഷുകളും ഉണ്ട്. പിന്നെ ഒരു വലിയ ടട്ടിലും അവിടെ കാണാം. കുറേ ആൾക്കാർ അതിനെ തന്നെ വന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും ഉള്ളത് ഈ പിള്ളേർക്ക് കളിക്കുന്ന പാർക്കാണ്. പിന്നെ കുറേ ബേർഡ്സിൻ്റെ ഏരിയ ആണുള്ളത്. ഇതുവഴി നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറേ ബേർഡ്സിനെ കാണാൻ പറ്റും. കണ്ടോ, അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ചെറിയ കുറച്ച് വെള്ളം ഏരിയയും അതുപോലെ കുറച്ച് ബേർഡ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ ഒരു ഏരിയയിൽ കുറേ ബേർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ലോങ് ബ്രിഡ്ജ് ഉള്ളത്. ഇത് മാൻഗ്രൂവിലേക്ക് പോകുന്നതിൻ്റെ വോക്ക് വേ പോലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുകയും അതും നല്ല ഫോട്ടോസിനകത്തൊക്കെ സീനറി ആയിട്ട് നല്ല ഭംഗിയുള്ള ഏരിയ ആയിട്ടത് കിട്ടും. അപ്പം ഞങ്ങളും പോയി അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ബ്രിഡ്ജിനകത്തൂടെ മാൻഗ്രൂവിലോട്ട് പോയി. രണ്ട് സൈഡ് ഇങ്ങനെ ഫോറസ്റ്റും അതുപോലെ ആ ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ ഒരു വോക്ക് വേ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഇവിടെ നല്ല ആയത് കാരണം കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ചൂടൊന്നും ഇല്ലാതെ അത് ഈവനിങ് ആകുമ്പം വെയിലൊന്നുമില്ല. അവിടെയൊക്കെ വന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല ടൈമാണിപ്പം. ഇങ്ങനെ വോക്ക് വേയുടെ ഏരിയയിൽ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളും അതിനുള്ള ബെഞ്ച് പോലൊക്കെയുള്ള ഏരിയകളും ഉണ്ട്. നമുക്കവിടെ അവിടെ വെറുതെ ഇരുന്ന് കാര്യം പറയാനും അവിടുന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു സൺസെറ്റും കാണാൻ പറ്റി അവിടുന്ന്. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.